വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഉത്സവം വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഉത്സവം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാരണം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ആ വീഡിയോ. നമ്മള് വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാരും കൂടി ഒരു വ്ളോഗിൽ വരാൻ നേരത്ത് ഭയങ്കര സന്തോഷമാണല്ലേ. അതുപോലെയാണ് ഞാൻ ഈ വർഷം ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നൊക്കെ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ ഓരോ മെമ്മറീസ് ആണല്ലേ, അപ്പൊ അങ്ങനെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നതാണിത്. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ ആന വന്നിട്ടുണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ആന ഇതുപോലെ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് കുളിക്കലും ബഹളമൊക്കെ ആയിട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ആന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജസേനൻ എന്ന് പറയുന്ന ആനയാണ്. അപ്പൊ അവൻ വൈകുന്നേരം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവനെ. നമുക്ക് ആനയ്ക്ക് ആപ്പിള് കൊടുക്കാട്ടോ. കഴിഞ്ഞടാ, പാവം അവൻ ഇനിയും ചോദിക്കുവാട്ടോ ആപ്പിള്. സങ്കടം വന്നിട്ട് അവൻ പോയിട്ട് രാവിലെയും വന്നായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിട്ട്. രണ്ടാമത് എന്തേ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പോണേ. എന്താ ചേട്ടാ, അതാന, ഇത് സാധാരണ ആന. ചേട്ടൻ കൊട്ടാൻ വേണ്ടി പോവാട്ടാ. ചേട്ടൻ എന്തേ മുണ്ട കൊടുത്ത് നല്ല സുന്ദരനായിട്ടുണ്ട്. ടൈം ഇപ്പൊ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടാ. നോക്കിക്കാരെന്റെ കൂടെ അമ്മ പഠിച്ചിട്ടാ. അമ്മ അതേ സുന്ദരി കുട്ടിയുടെ മുല്ലപ്പൊക്കെ ചൂടിയുണ്ട്. നോക്കി അമ്പലത്തിൽ പോവാൻ പോവാട്ടാ. അമ്മക്ക് ഓൾറെഡി പോയി. ഞാൻ കുറച്ച് ലേറ്റ് ആയി കാരണം ഞാൻ ഉറങ്ങി കളഞ്ഞേട്ടാ. അതിന് കൂട്ടവടി പൊട്ടിയപ്പോഴല്ലേ ഞാൻ ജീവനും കൊണ്ട് ഓടിപ്പോയി. കൂട്ടവടി കണ്ടിട്ടോ, കാരണം എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം അമ്പലത്തിനുള്ളിൽ നിൽക്കുമ്പോഴായ എഫക്ട് ഡും 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 അതുകൊണ്ടിട്ട്. അപ്പൊ അതൊക്കെ പോയി കണ്ടിട്ട് ഞാൻ ഇനിയിപ്പോ ഒരുങ്ങാൻ വേണ്ടി പോകുവാട്ടോ. ഞാൻ ഒരുങ്ങിയിട്ട് വരാപ്പോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം അവിടെ അമ്പലത്തില്. അപ്പൊ അമ്പലത്തിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആവാൻ വേണ്ടി പോവാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സ് ഞാൻ എനിക്ക് കാണിച്ചു തരാട്ടോ. ഞാൻ ഇന്ന് ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിട്ട് ഇടണം. ഞാൻ ഇത് കുറച്ച് നാള് മുന്നേ തയ്പ്പിച്ചതാണ് ഈ ഒരു സൽവാർ. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ്. എന്നിട്ട് ഒരു എന്താണ് സിൽവർ കളർ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സൽവാർ. ഇതിന് പാൻസ് വന്നേക്കുന്ന. ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് ഇതിന്റെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സെയിം ബ്ലാക്കും സിൽവറും കൂടിയുള്ള ആ ഒരു ഡിസൈനാ വന്നേക്കുന്ന. കണ്ടോ, ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ്. ഞാൻ മേലൊക്കെ കഴുകി നല്ല നനഞ്ഞ കോഴിയുടെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ അടിപൊളിയായിട്ട് മേലിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഇനി മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണം. അവരെല്ലാരും പോയി. ഞാൻ റെഡി ആയിട്ട് വേഗം ചെല്ലട്ടെ കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. മുടി എനിക്ക് എപ്പത്തേ പോലെ ഔട്ടാണ് എങ്ങനെ കെട്ടണം എന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കണ മുടി കെട്ടുന്ന കാര്യം ആലോചിക്കാൻ നേരത്താട്ടോ. അപ്പൊ ഞാൻ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഈ സിൽവർ അക്സറീസിൽ നമുക്ക് കുറച്ച് അക്സറീസ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എടുക്കാട്ടോ. ഞാൻ ഒരു ബ്ലാക്ക് ഇതാണ് എന്റെ മനസ്സിൽ ഇതിടാന്ന് വിചാരിക്കുകയാണേ. വള ഞാൻ ഇന്ന് ഈ ബ്ലാക്ക് കുപ്പി വളയാട്ടോ ഇടുന്നത്. ഞാൻ മുഴുവനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ആണ് ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ ദുപ്പട്ട ആണെങ്കിലും ഇങ്ങനത്തെ രീതിയിലാട്ടോ വെച്ചേക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് 2 സൈഡ് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എത്തിയില്ലാട്ടോ, ഷോളിൽ അധികം നീളമില്ല. അപ്പോ ഞാൻ വൺ സൈഡൊക്കെ ഇങ്ങനെ പിന്നൊക്കെ ചെയ്ത് വെച്ച് ഞാൻ അമ്പലത്തിലേക്ക് പോയി. 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ. മോനെ ചുള്ളനായിട്ടൊക്കെ വന്നേക്കണേ മുണ്ട കൊടുത്ത്. ഹായ് ഗൈസ്. അതെല്ലാവർക്കും അറിയിപ്പോ ഹായ് ഗൈസ്. ചേട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോട്ടെ. കണ്ണൻകുട്ടനുണ്ട്. ഹലോ, ഓഫ് ടു അമ്പലം അല്ലേടാ. അമ്പലത്തിൽ പോകാം, പ്രാർത്ഥിക്കാം നമുക്ക്. ഉത്സവമായിട്ട് ഞാൻ 7:30 അമ്പലത്തിൽ പോകണം വൈകുന്നേരം. പക്ഷെ ഞാൻ ഇന്ന് പോയിട്ട് അമ്പലത്തിലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് ഉത്സവം കൂടാം. കയറി വരുന്ന എൻട്രൻസ് നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നോക്കി ഒരാളെ സ്പോട്ട് ചെയ്തിട്ടോ. എന്താ പരിപാടി? നീ കോളിഫ്ലവർ ബജ്ജി കഴിക്കാൻ വന്നല്ലേ? പൊട്ടറ്റോ കഴിക്കാൻ വന്നാട്ടോ. ഇപ്പൊ ഈ കറന്റ് ഫേവറേറ്റ് ഇതാട്ടോ അമ്മൂന്റെ സ്പൈറൽ പൊട്ടറ്റോസ്. ഓർഡർ ചെയ്താ നീ? എന്നിട്ട് മറ്റേ ഇത് ക്രിസ്പി അച്ഛ ഫ്രൈ കരോ. അതെ, ഇത് വന്നിട്ട് ഇതില്
ഉരുളക്കിഴങ്ങ് വന്നിട്ട് സ്പൈറലാക്കിയിട്ട് ഇതിൽ മുക്കി പൊരിക്കും. ഞാൻ ഒരു ഉപ്പ് സോഡ പറഞ്ഞട്ടോ, എനിക്ക് മധുരം ഒന്നും കുടിക്കാൻ പാടില്ല, വറുത്തൊന്നും തിന്നാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് സോഡ പറഞ്ഞു. അമ്മു ഇവനെയും കൂടി ചീത്താക്കി നോക്കി. നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? ഇനി നീ ഏത് അമ്പലപ്പറമ്പിൽ എവിടെ കണ്ടാലും ഇത് മേടിച്ചതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മൾ തായ്ലൻഡ് ചെയ്ത് തുടങ്ങിയതാണ് ഈ തീറ്റ. ഇഷ്ടപ്പെട്ടാ? സെറ്റ്. മയോണൈസ് ഒക്കെ ഇട്ടേക്കണ നോക്കി. എനിക്ക് കൺട്രോൾ പോകണ്ടിട്ടോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കണേ. വയ്യാട്ടെ എന്റെ പൊന്നെ ഒളിക്കാണ്. ഇട്ട മേക്കപ്പ് ഒക്കെ ഒളിച്ചു തോന്നണം മിക്കവാറും. എന്റെ കൺസീലർ ഫൗണ്ടേഷൻ ഒക്കെ പോകുമോ? നല്ല ചൂടാണ്. സ്പ്രേ ഉണ്ട് കൈ. എന്ത് വേണം? പിള്ളേരൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു. ഇതുപോലെ ചെയ്താടി. 90s ആണോ? 90s ആണോ? ഞാൻ 90s ആണ്. കുഴപ്പമില്ല, അങ്ങനെ നീ അറിയേണ്ടതുണ്ട് ഇതൊക്കെ. മോനെ ഇത് ആരെ വന്നേക്കണം നോക്കിയേ. എടാ മുണ്ട് ചട്ടം നോക്കിയാടാ, കണ്ട പോലെ ഗുണ്ടലുക്ക്. വിഷ്ണു ചേട്ടൻ ഫുൾ ഓണാണ്ട. നോക്കടാ, എടാ മാനസിലാടാ പ്രമോഷൻ. പിന്നെ നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ. മിക്കവാറും നിന്നെ പച്ചിക്കട അല്ലെങ്കിൽ ഐസ്ക്രീം കട, ഏതൊക്കെയായിരിക്കും നടക്കാൻ പോണ. നോക്കിയേ, ഫാമിലി നമ്പർ 1 ഷിട്ടു കിട്ടി. ഫാമിലി നമ്പർ 2 കിട്ടും. ഹലോ, ഞാനും കുലിക്കണം ക്യാമറയ്ക്കൊപ്പം. താറാവിന്റെ പുറകെ കേട്ടോ. രോഹിത് ഏട്ടൻ, രഞ്ജിത്ത് ഏട്ടൻ. എങ്ങോട്ടാ ഓടണേ? അമ്മക്ക് ആനേനെ പേടിയാട്ടോ. അമ്മ ആനേനെ കണ്ടപ്പോഴത്തേക്കും ജീവനും കൊണ്ട് ഓടിയിട്ടാ. എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണോ? എന്തിനാനെ പേടിക്കണോ? നിനക്ക് പേടിയുണ്ടാടാ ആനേനെ? നിനക്ക് ആരെങ്കിലും പേടിയുണ്ടോ? അച്ഛനെ? അച്ഛനെ പേടിയാന്ന് അവന്. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛനെ പേടിയാന്ന്. ആനയെ പേടിയില്ല, അച്ഛനെ പേടിയാന്ന്. എവിടെ ആയിരുന്നടി? എവിടെ? നീ എവിടെ നിക്കണായിരുന്നു? ചേട്ടന്റെ അവിടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കണായിരുന്നു. ആന ഒരുടെ തിടമ്പെടുക്കണ ആനയാണ് ഇത്. നാരായണൻകുട്ടി ആനയുടെ പേര്. ഇത്ര നാളായല്ലേ ഇതുപോലൊരു മൊമെന്റ് കാത്തിരിക്കണ്. ഹലോ ഷുട്ടു. ഞാനിപ്പോ ഇവിടെ സിട്ടു എന്നാണ് വിളിക്കണ. സിദ്ധേന്തി എന്നൊക്കെ പേരുണ്ടെങ്കിലും അവിടെ സിദ്ധു, ഞാൻ സിട്ടു എന്ന് വിളിക്കണം. സിട്ടു, സിട്ടുമണി, സിട്ടുമണി ചേച്ചീനെ കണ്ട. ഇവൻ 5 മാസമായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അധികം ഇതില്ലാത്തത്. ചെസ് നമ്പർ 2 പോണേ. ചെസ് നമ്പർ 2 പോയി ബൈ. ചേട്ടൻ പോണ്. ചേട്ടനെ കുറച്ച് മുന്നാൾ വിളിക്കണ്ടേ? തത്തേന്ന് വിളിച്ചേട്ട. ആ തത്തേ തന്നെ വിളിച്ച. ഞാൻ ദേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചപ്പാത്തി, വെജ് കറി, ചിക്കൻ കറി, ഇടിയപ്പം. ചേട്ടൻ അനുമയുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ കറി എടുക്കട്ടെ. പിന്നെ ഇടിയപ്പം ഉണ്ട് വേണമെങ്കിൽ.
എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അല്ലേടി. പണ്ട് മുതൽ നീ ഒരു കോഴിയായിരുന്നെന്ന്. ടാറ്റ കുഞ്ഞി. അച്ഛൻ പോണല്ലേ ചോദിച്ചിട്ട്. ഗുഡ് നൈറ്റ്. ഉത്സവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാരും പോയിട്ടോ. എന്റെ ശബ്ദവും കൂടെ പോയി. കാരണം ഒന്നാമത് ചെണ്ടമേളം ബഹളമൊക്കെ. അപ്പൊ അതിനിടയ്ക്ക് നമ്മളെ പിള്ളേരെ ഒച്ചയൊക്കെ എടുത്ത് കളിപ്പിച്ചും ഒക്കെ എന്റെ ശബ്ദം പോയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം ചോട്ടു പീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടില്. എല്ലാരും പോയപ്പോ ഒരുമാതിരി ശാന്തത മൂകത, ഞാൻ മാത്രം എന്റെ മുറിയില്. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ. എന്ത് രസമായിരുന്നു അറിയാം. എത്ര നാള് കൂടിയെന്നറിയാം ഞാനും നയന അനുശ്രീ ഞങ്ങൾ 3 പേരും കൂടി കൂടണം. പിള്ളേരായവർക്ക് വേറെ ലൈഫായി. എന്റെ പൊന്നെ ഭയങ്കര സന്തോഷം. എല്ലാരും ഇത്രയും ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയതിലും എനിക്ക് അവരോട് ഇത്രയും ടൈം മിങ്കിൾ ചെയ്യാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്ന് പ്രാവശ്യത്തെ ഉത്സവമാണെങ്കിലും ഞാൻ കൂടുതലും വ്ളോഗ് ഫോക്കസ് ചെയ്യണേക്കാളും ഇവരുടെ കൂടുതലുള്ള ടൈമാട്ടോ എൻജോയ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വ്ളോഗ്. നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് എന്നോട് ഈ ഒരു വ്ളോഗിന് മാത്രം ക്ഷമിക്കണം. കാരണം ഞാൻ ഇത്തിരി എൻജോയ് ചെയ്ത് പോയി പിള്ളേരുടെ കൂട്ടത്തിൽ. എന്നാലും പക്ഷെ നല്ല മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ ലൈഫിൽ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം അത്രയ്ക്ക് വാല്യുബിൾ ആയിരുന്നു. കുഞ്ഞുങ്ങളാണ്. ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം. പിന്നെ ഇത്രയും നാളും കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ എനിക്ക് അതിൻ്റെ സന്തോഷം. എല്ലാം കൂടി ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വ്ളോഗ് ഒരു അടിപൊളി വ്ളോഗായിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ.